ഹലോ അസ്സാം വലൈക്കും. എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്ത സ്നാക്സൊക്കെ കഴിച്ച് മടുത്തോ നിങ്ങൾ? എന്നാൽ പിന്നെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്താലോ. ചിക്കൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉള്ളിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടൻ്റെ ഫില്ലിംഗ് അതുകൊണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് മാത്രം ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. ഇത്രയും വേണ്ട, ഇത് ഇച്ചിരി കൂടുതലാണ്, ഇതിന് പകുതി മതി കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിക്കനില്ല, അത് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് മസാല തേച്ച് വെച്ച ചിക്കനാണ്. അത് ഇതേപോലെ ഈ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഇല്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഇതേപോലെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 3 വെളുത്തുള്ളി ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ഉള്ളി, ചെറിയ ഉള്ളി ആയതുകൊണ്ടായിട്ട് 2 എടുത്ത്, വലുതാണെങ്കിൽ ഒന്നും മതി. ഇതേപോലെ ഞാൻ ഇപ്പോൾ ചില്ലി ചിക്കൻ്റെ ഫ്ലേവർ ഇല്ല, ഈ ഒരു ടേസ്റ്റിലാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇച്ചിരി വലുപ്പത്തിൽ കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളി വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോർത്തിട്ടോ, ഒരു കടിക്കുന്ന വരും, അങ്ങനെ തന്നെ വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കില്ലേ, ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിന് വലുതായതുകൊണ്ട് തന്നെ പകുതിയായിട്ട് എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുത്തോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് കടിക്കുന്ന വരും, അങ്ങനെ തന്നെ വേണം കേട്ടോ, ഉടഞ്ഞു പോവരുത് കേട്ടോ. എന്നിട്ട് അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളടുത്ത് മഞ്ഞയും ഈ യെല്ലോ റെഡൊക്കെ ക്യാപ്സിക്കില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇല്ലേ, അത് ഒഴിച്ച് കൊടുക്കുക. ഈ സോയാ സോസിൻ്റെ ഉപ്പ് മാത്രമായിട്ട് ഇതിലേക്കുള്ളൂ, വേറൊന്നും ഉപ്പിട്ടിട്ടില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യം വരില്ല. സോയാ സോസിന് അത്യാവശ്യം ഉപ്പുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അളവ് ഞാനിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റിക്ക് ഇത് കറക്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിംഗ് ഇല്ലേ, നമുക്ക് എല്ലാ സ്നാക്സും ചിക്കൻ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല റെഡിയാക്കി എടുത്താലേ നല്ല ടേസ്റ്റായിട്ട് ഈ മസാലയും ഒരു ചിക്കൻ ചില്ലി ഫ്ലേവർ ഇല്ലേ, ഈ ഒരു ഇതിലാണ് റെഡിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ഇട്ടിട്ടില്ല, ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇതന്നെ ധാരാളമാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്, എരിവ് കൂടുതലൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങളടുത്ത് പപ്സിൻ്റെ ഷീറ്റില്ലേ, അതുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ ബ്ലോക്കില്ലേ, അതാട്ടോ എടുത്ത് വലിയത്. ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി എടുത്തിട്ട്, അല്ലാത്ത കുഞ്ഞു മറ്റേ ഷീറ്റിൻ്റെ ഓരോന്നായിട്ട് അങ്ങനെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ ആകുമ്പോൾ ഈ ഒന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ഈ ഒരു ഷേപ്പിലേക്ക്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ, ഭയങ്കര കട്ടിയൊന്നുമില്ല. നമ്മൾ പുറത്തെടുത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്ന് നമ്മളെ ഫില്ലിംഗ് ഇല്ലേ, ഓരോ സ്പൂണിട്ട് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ അത്രേ വെക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ കുത്തി നിറച്ച് അങ്ങനെ വെക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഈ മൈദ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ അങ്ങ് ഒട്ടി നിൽക്കും കേട്ടോ, അല്ലാണ്ട് വേറെ നമ്മൾ മൈദൻ്റെ പേസ്റ്റില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലപോലെ ഒട്ടി അങ്ങ് നിൽക്കും കേട്ടോ. അടുത്തത് നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു ഡിസൈൻ പോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനൊരു ഒരു മൊഞ്ചിന് വേണ്ടി മാത്രം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലാണ്ടും നമ്മൾ പപ്സ് എങ്ങനെയാണോ ബേക്ക് ചെയ്ത് വരിക അതുപോലെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കുമ്പോൾ ബേക്കായി വരുമ്പോൾ കാണാൻ നല്ല മൊഞ്ചുണ്ടാവും. ജസ്റ്റ് കത്തിയോണ്ട് ഇതേപോലെ ക്രോസിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആയത്തിൽ വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. ബേക്കായി വരുമ്പോൾ കാണാൻ നല്ല മൊഞ്ചുണ്ടാവും കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു മുട്ട എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താണ്, ഉപ്പ് അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് എല്ലാത്തുമ്മലും ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഗ്ലേസിങ് ഇല്ലേ അത് നല്ല പോലെ കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എയർ ഫ്രൈ അല്ലാട്ടോ ചെയ്യുന്നത്. ഓവനിലാണെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ചെയ്യാം. പക്ഷേ എങ്കിൽ കുറച്ചധികം ടൈം എടുക്കൂട്ടോ. ഇതൊന്ന് അത്ര എന്താ പറയുക ഗ്ലേസിങ്ങിൽ കിട്ടൂല. ഓവനിലും എയർ ഫ്രൈയിലാകുമ്പോൾ കറക്റ്റായി ഇതിൽ കിട്ടിക്കോളൂ. ഇനിയിപ്പോൾ ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് അത്രയും മതി കേട്ടോ. നല്ല അടിപൊളിയിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ചില്ലി ചിക്കൻ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. ചൂടോടെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. ഒട്ടും ഓയിലില്ല കേട്ടോ. ഫില്ലിങ്ങിൽ കുറച്ചുണ്ട്. ട്രൈ